അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ളവരെ, ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 153, 154, 155, 156 എന്നിങ്ങനെ 4 ആയത്തുകളാണ് ഇന്നിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. വലാ തഖ്തുലൂ لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه റാജിഊൻ. സദഖല്ലാഹുൽ അസീം. അർഹമുറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ ആരും പാപികളാണ് അല്ലാഹുവേ, ഞങ്ങളുടെ സർവ പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹുവേ. ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സു നൽകണേ അല്ലാ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെയെല്ലാം നീ സബലീകരിച്ചു തരണേ റഹ്മാനേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട് അല്ലാ. അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിനക്കറിയാം റബ്ബേ. അവരുടെ ആവശ്യങ്ങളെല്ലാം നിനക്കറിയാം റഹ്മാനേ. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവരെയെല്ലാം നീ അനുഗ്രഹിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലാ. അവരെയെല്ലാം നീ സഹായിക്കണേ റഹ്മാനേ. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന സാധുക്കളായ പാപങ്ങളായ ഹാർട്ട് അറ്റാക്ക് രോഗികളുണ്ട് റബ്ബേ. അവർക്കെല്ലാം നീ സുഖം കൊടുക്കണേ അല്ലാ. അവരെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനേ. അവരെയെല്ലാം നീ സഹായിക്കണേ അല്ലാ. അവരാരെയും ഒരിക്കലും പരാജയപ്പെടുത്തല്ലേ റഹ്മാനേ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്. അല്ലാഹു പറയുകയാണ്, സത്യവിശ്വാസികളെ, ക്ഷമയും നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടിക്കൊള്ളുക. ആരോടാണ് സഹായം തേടേണ്ടത്? അല്ലാഹുവിനോടാണ് കേട്ടോ. അപ്പം നമസ്കരിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് തേടുക, ദുആ ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്ഷമാപൂർവം കാത്തിരിക്കുക. അള്ളാഹു അതിന് സന്തോഷമായ മറുപടി തരും എന്നാണ് ഈ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു കൽപ്പിക്കുന്നത്. ഇന്ന
ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നിശ്ചയം അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് കേട്ടോ. ഒരുപാട് നമ്മൾ ക്ഷമിക്കണം. നമുക്ക് ദുഃഖങ്ങൾ വരും, സുഖങ്ങൾ വരും, ഒരുപാട് വ്യാധികൾ വരും, രോഗങ്ങൾ വരും, കഷ്ടതകൾ. ഇതെല്ലാം അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനോടൊപ്പം നമ്മൾ ക്ഷമിക്കുകയും അതിനോടൊപ്പം നമസ്കരിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്താൽ അല്ലാഹു അതിന് നല്ല പ്രതിഫലം തരുമെന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ അല്ലാഹുവിനെ കളഞ്ഞിട്ട് വേറെ എങ്ങോട്ടും പോകരുതേ, അരുതേ 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 എന്നാണ് ഈ ആയത്ത് നമ്മെ സൂചിപ്പിക്കുന്നത്. വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്തുൻ. ത്യാഗമാർഗത്തിൽ ചിലപ്പോൾ ജീവനെ തന്നെ ബലി അർപ്പിക്കേണ്ടി വരും. അങ്ങനെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ കുറിച്ച് അവർ മരണപ്പെട്ടവരാണെന്ന് നിങ്ങൾ പറയരുത് കേട്ടോ. വിശദീകരണത്തിൽ നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാം. ബൽ അഹ്യാഉം വലാകിൻ ലാ തശ്ഉറൂൻ. അവർ ജീവിച്ചിരിക്കുന്നവരത്രേ, പക്ഷേ നിങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യം അറിയുന്നില്ലെന്ന് മാത്രം. അഥവാ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദാകുന്നവരുണ്ടല്ലോ, ശുഹദാക്കളുണ്ടല്ലോ, അവരെ കുറിച്ചാണ് അല്ലാഹു ഈ ആയത്തിൽ ഉണർത്തുന്നത്. ആ ശുഹദാക്കൾ, അവരെ കുറിച്ച് ഒരു മനുഷ്യരും മരിച്ചു എന്ന് പറയല്ലേ കൂട്ടരേ. അവർ മരിച്ചവരല്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ് കേട്ടോ. അള്ളാഹു ഉണർത്തുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, നിങ്ങളതിൻ്റെ യാഥാർത്ഥ്യം അറിയുന്നില്ലെന്ന് മാത്രം. അതിൻ്റെ ഗൗരവം എന്താണ്, അതിൻ്റെ കളി എന്താണ്, അതിൻ്റെതായ കാര്യങ്ങൾ എന്താണ്, അത് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ അവർ മരിച്ചുപോയി എന്ന് പറയുന്നത്. അപ്പോൾ ശുഹദാക്കൾ അവർ ജീവിച്ചിരിക്കുന്നവരാണ്, അവരൊരിക്കലും മരിച്ചു എന്ന് നമ്മൾ ആരും പറയരുത്. വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശിരി സ്വാബിരീൻ. വളരെ അർത്ഥവത്തുള്ള ആയത്താണ്. എല്ലാവർക്കും അനുഭവമുള്ള ആയത്താണ്. എല്ലാവരും ഈ ആയത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് എന്തെല്ലാമോ പരിപാടികൾക്ക് പോകുന്നവരാണ്. അർത്ഥം ഞാൻ പറയാം. വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശിരി സ്വാബിരീൻ. വ്യക്തമായി മനസ്സിലാക്കണം. അള്ളാഹു പറയുകയാണ്, കുറച്ചൊക്കെ വ്യക്തമായി മനസ്സിലാക്കണം. കുറച്ചൊക്കെ ഭയവും പട്ടിണിയും മുഖേനയും, കുറച്ചൊക്കെ ഭയവും പട്ടിണിയും മുഖേനയും മാത്രമല്ല, ധനം, ജീവൻ, പഴവർഗ്ഗങ്ങൾ ഇവയെ ബാധിക്കുന്ന നാശനഷ്ടങ്ങൾ മുഖേനയും നിശ്ചയമായും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും കേട്ടോ. അത്തരം സന്ദർഭങ്ങളിൽ, ഞാൻ പരീക്ഷിക്കുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾ എന്ത് വേണം? സഹനശീലം കൈക്കൊള്ളുന്നവർക്ക് ശോഭനമായ ഭാവിയുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കണേ നബിയേ. അവരെ അറിയിക്കുക നബിയേ. അള്ളാഹു
ഉണർത്തുകയാണ്. ചിലപ്പോൾ നമ്മളുടെ മക്കൾ മരണപ്പെട്ടേക്കാം, നമ്മളുടെ ഭാര്യ മരണപ്പെട്ടേക്കാം, നമ്മളുടെ ഭർത്താവ് മരണപ്പെട്ടേക്കാം, നമ്മളുടെ ബിസിനസ്സുകൾ തകർന്നേക്കാം, നമ്മളുടെ സഹോദരങ്ങൾ മരണപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിച്ചേക്കാം, നമ്മളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടേക്കാം, നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന ഉരുക്കൾ നഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ വലിയ രോഗത്തിന് അടിമയായേക്കാം, ഇല്ലെങ്കിൽ നമ്മളുടെ സർവ്വ സ്വത്തുക്കളും ഇല്ലാതായേക്കാം. എന്ത് തന്നെ ദുഃഖമുണ്ടായാലും, എന്ത് തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായാലും, എന്ത് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എന്ത് തന്നെ പരീക്ഷണങ്ങളുണ്ടായാലും നിങ്ങളതൊക്കെയും ക്ഷമിക്കണം കേട്ടോ. സഹനശീലമുള്ളവരായിരിക്കണം. അങ്ങനെ ഉള്ളവർക്ക് ശോഭനമായ ഭാവിയുണ്ടെന്ന് നബിയേ, സന്തോഷ വാർത്ത അവരെ അറിയിക്കണേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള, ചിലപ്പോൾ നമ്മൾ പെട്ടെന്നൊരു രോഗം വരിക, അതിൻ്റെ കൂടെ കടം വരിക, അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അങ്ങനെ ആകെ കൂടി നമ്മൾ കലങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും, അയൽവാസി ശുദ്ധനം ചെയ്ത്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നമ്മൾ വഴക്കൂടിയിട്ട് അവൻ നമുക്ക് പണി തന്നു. നമ്മൾ ഉടനെ ശുദ്ധനത്തിൻ്റെ കാര്യമാണ് അവിടെ ചിന്തിക്കുന്നത്. ഉടനെ നമ്മളെന്ത് അള്ളാഹുവിനെ വിട്ടിട്ട് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ പനി വന്നു, പിന്നെ ചുമ വന്നു, പിന്നെ ക്യാൻസർ വന്നു, പിന്നെ ബുദ്ധിമുട്ടായി, പ്രശ്നങ്ങളായി, മരിപ്പ് വന്നു, എല്ലാം കൂടെ തുടരെ വന്നപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമല്ല, ഇത് മറ്റവൻ ചെയ്ത സിഹറാണ് എന്ന് നമ്മൾ ധരിച്ചുകൊണ്ട് മന്ത്രവാദികളുടെ അടുക്കലേക്ക് പോകുന്ന ഒരു രംഗമാണ്. അങ്ങനെ പോകാൻ പാടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങളെ ഞാൻ ധനം, ജീവൻ, പഴവർഗ്ഗങ്ങൾ, കൃഷി, ബിസിനസ് എല്ലാം ചിലപ്പോൾ നിങ്ങളെ ഞാൻ നഷ്ടപ്പെടുത്തും. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? അത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ ക്ഷമാശീലരാകണം, സഹനശീലം കൈക്കൊള്ളുന്നവരാകണം. അങ്ങനെ നിങ്ങൾ ക്ഷമിച്ച് കഴിഞ്ഞ് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ശോഭനമായ ഭാവിയുണ്ടെന്ന സന്തോഷ വാർത്ത അവരെ അറിയിക്കണേ നബിയേ. അങ്ങനെയായാൽ നമുക്ക് വലിയ ഒരു സന്തോഷം അല്ലാഹു തരും എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ മനസ്സിലായില്ലേ? നമുക്ക് കൂടെ ബുദ്ധിമുട്ട്, പ്രയാസങ്ങളൊക്കെ വരുമ്പം നമ്മൾ ധരിച്ചു പോകരുത് എന്ത് ഇത് മറ്റവൻ സിഹർ ചെയ്തതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചപേക്ഷിച്ചതാണ്, അല്ലെങ്കിൽ അപ്പുറത്ത് അമ്പലത്തിൽ കോഴി കൊടുത്തത് എന്നൊന്നും നമ്മൾ ധരിച്ചു പോകുകയേ ചെയ്യും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്, അള്ളാഹു എടുത്തെടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? വളരെ ക്ഷമയോടെ കാത്തിരിക്കുക. മാത്രമല്ല നമ്മൾ അള്ളാഹുവിനോടാണ്, അല്ല ഏതെങ്കിലും മക്ബറകളിൽ പോയി ദുആ ചെയ്യാനല്ല പറഞ്ഞു. അതുപോലെ അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യുക? ദുആ ചെയ്യുകയും ചെയ്താൽ അങ്ങനെ ഉള്ളവർക്ക് നബിയേ വലിയ ഒരു ശോഭനമായ ജീവിതം അവർക്ക് പിന്നാലെ ഉണ്ട് എന്ന സന്തോഷകരമായ വാർത്ത അവരെ അറിയിക്കണം ഹബീബല്ലാ എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ നിന്ന് നമ്മെ ഉണർത്തുന്നത്. വീണ്ടും താഴോട്ട് പറയും, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവരെ വല്ല ആപത്തും ബാധിച്ചാൽ ആ സത്യവിശ്വാസികളെ അള്ളാഹു പറയുകയാണ്, ആ സത്യവിശ്വാസികൾക്ക് വല്ല ആപത്തും ബാധിച്ചു പോയാൽ ഖാലൂ, അവർ പറഞ്ഞുകൊള്ളട്ടെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാഹുവിൻ്റെ നിയന്ത്രണങ്ങൾക്ക്, ഇന്നാലില്ലാഹിൽ അർത്ഥം പറയുകയാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയരും അവങ്കലേക്ക് മടങ്ങുന്നവരുമാണ് എന്നാണ് അവർ പറയുക. ആര്? സത്യവിശ്വാസികൾ. അല്ലാതെ അലമുറയിട്ട് കരയലല്ല കേട്ടോ, അല്ലാതെ മന്ത്രവാദികളുടെ അടുക്കൽ പോകലല്ല കേട്ടോ, അല്ലാതെ അനാചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പോകലല്ല കേട്ടോ. എത്ര വ്യക്തമായിട്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു നമുക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരും. എന്നിട്ട് നമ്മൾ എന്തേ പിഴച്ചു പോകും?
അല്ലാഹു പറയുന്നു സത്യവാന്മാരോട് ക്ഷമയും നമസ്കാരവും അതുവഴി തേടിക്കോ. സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളോട് അള്ളാഹു പറയുകയാണ്, നമസ്കാരം കൊണ്ടും നിങ്ങൾ ക്ഷമിക്കുന്നത് കൊണ്ടും അള്ളാഹുവിനോട് നിങ്ങൾ തേടുക. നമസ്കാരം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ശേഷം നിങ്ങൾ ഒരുപാട് ക്ഷമിച്ച് കാത്തിരിക്കുകയും ചെയ്യുക. അല്ലാഹുവെ തേടിക്കോ, നമസ്കാരം കൊണ്ടാണേ ക്ഷമയെയും നീയുമേ മുറുകെ പിടിച്ചേക്കൂ. ക്ഷമയുള്ളാരാണോ അവരോട് അല്ലാഹു കാരുണ്യം കാട്ടുമേ അവരുടെ ഒപ്പമാ. അങ്ങനെ ബലാല മുസീബത്ത് ഇടങ്ങേറുകളൊക്കെ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നമസ്കരിച്ച് ദുആ ചെയ്യുകയും ക്ഷമിച്ച് ഇരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അങ്ങനെയുള്ളവരോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണത്രേ. ത്യാഗമതമായ ഇസ്ലാമിൻ മാർഗത്തിൽ തറപ്പിച്ച് നിൽക്കുവാൻ ചിലതൊക്കെ പോയിടും. ജീവനും സ്വത്തുമേ ഉദ്യോഗം തന്നെയാ ഇവയൊക്കെ ചിലപ്പോഴും നഷ്ടമായി വന്നേക്കാം. അള്ളാഹു പറയുകയാണ്, ദീനുൽ ഇസ്ലാമിലെ അടിയുറച്ചു ഒരു സത്യവിശ്വാസി നിൽക്കുമ്പോൾ ചിലപ്പം അവൻ സ്വന്തം ജീവൻ തന്നെ വെടിയേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ, നിങ്ങൾക്ക് വിജയം തന്നെയാണ്, നിങ്ങൾക്ക് വിജയം തന്നെയാണ്, എന്നാലും നിങ്ങൾക്ക് വിജയം തന്നെയാണ് എന്നല്ലാഹു പറയുകയാണ്. ചിലപ്പോൾ ഉദ്യോഗം പോയേക്കാം, ജീവൻ തന്നെ പോയേക്കാം, സ്വത്ത് പോയേക്കാം, വീടുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തിയേക്കാം. യു പിയിലൊക്കെ കണ്ടില്ലേ, യു പി അല്ലേ, യോഗിയൊക്കെ എന്തരാണ് അവന്മാർ കാണിക്കുന്നത്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. മുസ്ലിം ആയതിൻ്റെ പേരിലാണ് അവരുടെ വീടുകൾ, സ്വത്തുക്കൾ, സഹോദരിമാരൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അള്ളാഹു പറയുകയാണ്, പേടിക്കേണ്ട മുഅ്മിനേ, ഒരു ദിവസം നിനക്ക് വരും കേട്ടോ. പലസ്തീനിൽ കണ്ടില്ലേ എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളും അവരനുഭവിക്കുന്നുണ്ടെന്നറിയുമോ? ജീവൻ കയ്യിലേന്തി ഓടുകയാണ്. എന്നാലും അവർക്കൊരു പ്രതീക്ഷയുണ്ട്, റബ്ബി അല്ലാഹ്. അവർക്ക് അല്ലാഹു ഉണ്ട്, അല്ലാഹു അവരെ കൂടെയാണെന്നുള്ള ബോധം അവർക്കുണ്ട്. ഈ ശത്രുക്കളൊക്കെ ഒരു ദിവസം കണ്ടോ, അവർ തീച്ചാലിൽ കിടന്ന് വെന്തുരുകുന്നത് സത്യവിശ്വാസികളെ, പലസ്തീനിലെ മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് കാണാം കേട്ടോ. നിങ്ങൾ പിന്തിരിഞ്ഞോടരുതേ. അപ്പം ഇതെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. നമ്മളെന്ത് ചെയ്യുക, ജീവൻ വരെ ചിലപ്പോൾ പോയേക്കാം, അത് ഖുർആൻ പറഞ്ഞതാണ്. പിന്നെ നമ്മളെന്തിനാ പേടിക്കുന്നത്? ജീവനും സ്വത്തുമേ ഉദ്യോഗം തന്നെയാ ഇവയൊക്കെ ചിലപ്പോഴും നഷ്ടമായി വന്നേക്കാം. ദീനിലും പടവേറ്റി ജീവൻ ത്യജിച്ചോവർ അവരെയും പറയല്ലേ മരിച്ചോവർ എന്നാണേ. ഇസ്ലാമിന് വേണ്ടി, ദീനുൽ ഇസ്ലാമിന് വേണ്ടി പടവെട്ടി ഷഹീദായ ശുഹദാക്കളുണ്ടല്ലോ, അവർ മരിച്ചവരാണെന്ന് ഒരിക്കലും നിങ്ങൾ പറഞ്ഞു പോകരുത് കേട്ടോ. അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അവരെയും പറ്റിയും അല്ലാഹു പറയുന്നു, എന്നും ജീവനും ഉള്ളവർ അവരാണേ. അല്ലാഹു പറയുകയാണ്, അവർക്ക് ജീവനുണ്ട് മനുഷ്യ, അവർക്ക് ജീവനുണ്ട് മനുഷ്യ. അവരുടെ കാര്യം നിങ്ങൾക്കും അറിവില്ലേ, അതിനുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്കും അറിയില്ലേ.
അവരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല മാത്രവുമല്ല, നിങ്ങൾക്കറിയുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവർ മരിച്ചുപോയി എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്, ഒരിക്കലും ശുഹദാക്കൾ മരിച്ചുപോയി എന്ന് പറയല്ല് കേട്ടോ എന്ന് അല്ലാഹു ഉണർത്തുകയാണ്. ആ കാര്യം എല്ലാമേ അറിയാമേ അല്ലാഹ്ക്ക്. അതുകൊണ്ട് നിങ്ങളും തർക്കത്തിലാകണ്ട. പറയുന്നു അല്ലാഹു, കുറച്ചൊക്കെ നഷ്ടവും വേദവും ദുഃഖവും പട്ടിണിയൊക്കെയും. പറയുന്നു അല്ലാഹു, കുറച്ചൊക്കെ നഷ്ടവും ഖേദവും ദുഃഖവും പട്ടിണിയൊക്കെയും നാശവും നഷ്ടവും എല്ലാമേ തന്ന് ഞാൻ നിങ്ങളെ ഒക്കെയും ഞാനും പരീക്ഷിക്കും. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളും കുറേ നഷ്ടങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഞാൻ തന്നേക്കാം. ഒരുപാട് ഖേദങ്ങൾ തന്നേക്കാം, ദുഃഖങ്ങൾ തന്നേക്കാം, പട്ടിണി തന്നേക്കാം, നാശങ്ങൾ തന്നേക്കാം, നഷ്ടം തന്നേക്കാം. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കാം. പക്ഷേ ആ പരീക്ഷണങ്ങളിലെല്ലാം നിങ്ങൾ വിജയിക്കണം കേട്ടോ. അത്തരം സമയങ്ങൾ ക്ഷമിക്കണേ നിങ്ങളും. എന്നാലേ അല്ലാഹു സന്തോഷം തന്നീടും. ഇതുപോലുള്ള ദുഃഖങ്ങളും ഇതുപോലുള്ളതായ പരാധീനതകളുമൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ നിശ്ചയം നിങ്ങൾ സമാധാനമടയണം കേട്ടോ. നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. മാത്രമല്ല, നിങ്ങൾ നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തേടുകയും ചെയ്യണം കേട്ടോ. അല്ലാതെ വേറെ ഒരു ദുർമാർഗത്തിലേക്ക് നിങ്ങൾ പോകരുത് കേട്ടോ. ഏറെയും സന്തോഷം ജീവിത ഭാവിയും ശോഭനമാക്കിയും അല്ലാഹും തരുമെന്നേ. സത്യവാന്മാരെയും ആപത്ത് എന്തേലും വന്ന് ഭവിച്ചാലോ അവരും പറയുന്നേ. എല്ലാ മുസ്ലിമീങ്ങളും മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു മുസ്ലിമിന്, ഏതെങ്കിലും ഒരു സത്യവിശ്വാസികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ വന്നാൽ അവർ പറയുമത്രേ, അവർ സമാധാനം കണ്ടെത്തുന്ന ഒരു വാക്കുണ്ട് അത്രേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിലവരുടെ എല്ലാ ദുഃഖങ്ങളും തീരണമെന്നാണ് അല്ലാഹു പറയുന്നത് കേട്ടോ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ربنا رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. إن شاء الله അടുത്ത ആയത്തുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.